ഇപ്പം ചില ആളുകൾ കബർ കൊയ്ക്കണ സമയത്ത് നിങ്ങൾ കണ്ടില്ലേ, ഈ മൂടുകല്ലിൻ്റെ അടിക്കുള്ളത് 3 മുഴം 2 മുഴക്ക്. ഞാൻ അങ്ങനെ എന്തൊക്കെ എന്തിനാ അപ്പം അതിൻ്റെ ആവശ്യം? അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഈ ഭാഗത്ത് കുഴിക്കണ എന്താ വെച്ചാൽ മലക്ക് നിന്നിട്ട് മയ്യത്തെ നീപ്പിച്ച് ഇരുത്തും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ തല മുട്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. സുബ്ഹാന മഞ്ചല്ലോ. അപ്പം ചില ആൾക്കാരെ അടിച്ചാൽ മയ്യത്ത് ഓടുമ്പോൾ എന്താ കാട്ടുക? എന്നാൽ പിന്നെ അത്രയും പോരെ, കാരണം ചിലപ്പോൾ മലക്ക് വലിയ കുന്തേറ്റാണ്. അപ്പോൾ കുന്തേറ്റ് വരുമ്പോൾ ആ കുന്തം കണ്ട് ചാരി വെക്കണമല്ലോ, അതിനൊന്നും കൂടി നീട്ടണ്ടേ. സമസ്ത സജീവമായി 1 നൂറ്റാണ്ട് കാലം മൂടിട്ട് നിരങ്ങണ ഈ കേരളത്തിലുള്ള ഒരു അനുയായിന്റെ ചോദ്യമാണ് എന്ത്, ഞങ്ങളുടെ നാട്ടിലെ കബറ് കുറച്ച് ആഴത്തിലാണ് കുഴിക്കുക. എന്താ കാര്യം? ആ കബറിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി മലക്കുകൾ വരുമല്ലോ. അപ്പൊ ഈ കിടക്കണ മയ്യത്തിനെ ഒന്ന് എണീറ്റ് നിർത്തിക്കുമല്ലോ. അപ്പൊ തല മുട്ടാതിരിക്കാന് എങ്ങനെ ഉണ്ടാവും? ഇതാരായി പറയണത്? സലഫിയല്ല, ഇവരനുയായികൾ, കേരളത്തിലുള്ള വല്ല അനുയായികൾ പറയാണ്. അപ്പൊ ഇയാളെ മറുപടി, അങ്ങനെയാണെങ്കിൽ മലക്ക് വലിയ കുന്തയിട്ടല്ലേ വരുന്നത്, ആ കുന്തം ചാരി വെക്കുമ്പോ കുറച്ചും കൂടി ആയത്തിൽ വേണ്ടി വരില്ല കബറ്? ഈ ജാതി പൊട്ടത്തരം യുക്തി കൊണ്ടാണ് ഇവര് ദീന് കളിക്കുന്നത്, മനസ്സിലായോ? ഞാൻ ഇഷ്ടംപോലെ വരുന്നുണ്ട്, ഇയാളെ ക്ലിപ്പ് തന്നെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോ കബറിൽ മലക്കുകൾക്കും മയ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ, അതിന് ഇവര് സൗകര്യം ചെയ്ത് കൊടുക്കുന്നത്. മലക്കുകൾ വരുമ്പോ ഈ മയ്യത്തിനെ എണീറ്റ് നിർത്തുമ്പോ തല തട്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് ആഴത്തിൽ തന്നെ കബർ കളക്കുന്നു. ഇങ്ങനെ ചിന്തിക്കുന്ന, യുക്തി കൊണ്ട് ദീൻ ചിന്തിക്കുന്ന ഒരു കൗമനെ ഉണ്ടാക്കിയെടുത്തതാണ് സമസ്ത ചെയ്ത സേവനോടോ. കഴിഞ്ഞിട്ടില്ല, ഒരുപാട് വരുന്നുണ്ട്. സമസ്ത ഇവിടെ എന്ത് ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഇതുകൊണ്ടും തീർന്നില്ല. ഇനി ഇവര് പഠിപ്പിക്കുന്ന ചില, ഇവരെ കൂട്ടത്തില് കൊടിയും ബാനും കൊടുത്ത് മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന ചില കുട്ടികളെ ചിന്ത എവിടെത്തി ഇവരെന്നെ പറയട്ടെ. മുർത്തദുകളായി കയ്യിൽ നിന്ന് പോയവരുണ്ട്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം വസ്വാസാണ് നടക്കുന്നത്, മുഴുവനും വസ്വാസുകളാണ്. എന്ത് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ കുറിച്ച് വസ്വാസാക്കാം, അള്ളാഹിനെ കുറിച്ച് വസ്വാസാക്കാം, ഖബർ ജീവിതത്തിനെ കുറിച്ച് വസ്വാസാക്കാം. ഒരു കുട്ടിപ്പടുത്ത് ചോദിച്ചു, ഉസ്താദേ ഈ ഖബർ വിശാലാക്കാൻ തോർന്നാൽ മൂടലിൽ കൊഞ്ഞിടൂലേന്ന്. നമ്മൾ സാധാരണ ഖബറിങ്ങ പോയിട്ട് തോർക്കുമല്ലോ, പഠിച്ചോനെ ഇയാളെ ഖബറൊന്ന് വിശാലാക്കണേന്ന്. അപ്പൊ ലിബറൽസം കയറിയ കുട്ടി വേക്കുന്നത് അത് തോർക്കല്ലേ ഉസ്താദേ, കാരണം വല്യപ്പാനെ പിന്നെ സെൻറ്റർക്ക് മൂടലൊക്കെ കൂടി കൊഴിഞ്ഞു കുന്നാണ്. അപ്പൊ അപ്പുറത്തുനിന്ന് വേറെ കുട്ടി, ഒരിക്കലും വിശാലാക്കാൻ തോർക്കാൻ പറ്റില്ല, ഇടുങ്ങാനാണ് തോർക്കേണ്ടത്, കാരണം ഇതാണ്ട് വിശാലായ അപ്പുറത്തിന്റെ വല്യമ്മാന്റെ ഖബർ അതങ്ങോട്ട് ജാമാവും. ഇതൊക്കെ എന്താ കാരണം എന്നറിയങ്ങള്? തലയെ കയറിയത് വേറെ സാധനമാണ്, എന്നാ കൊടി പിടിക്കാൻ മുമ്പിൽ ഉണ്ടാവും ചെയ്യും. ഇതാ അന്നത്തെ പ്രശ്നം. സമസ്തയിൽ കൊടി പിടിക്കാൻ മുമ്പിൽ ഉണ്ടാവും, നാ തലയിൽ കയറുന്നത് ലിബറലിസം ആണ്, യുക്തി ചിന്തകളാണ്. എങ്ങനെയാണോ ഈ കുട്ടികളെ തലയ്ക്ക് യുക്തി ചിന്ത കയറിയത്? ഞാൻ വരാം ഇൻഷാ അല്ലാഹ്. ആരെ കയറ്റിയത്, എങ്ങനെ കയറിയത്, അതിൽ നിങ്ങൾക്കൊക്കെ എത്രത്തോളം പങ്കുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ കുട്ടികൾ പറയണെന്ത്, ഖബർ വിശാലാക്കാൻ വേണ്ടി ദോർന്നു കഴിഞ്ഞാല് അങ്ങനെ ദോർക്കല്ലേ ഉസ്താദ്, അങ്ങനെ ഖബറാണ് വിശാലായി കഴിഞ്ഞാൽ മുകളിലുള്ള മൂടലിൽ കൊയിഞ്ഞാടിക്കാണ്ട് വല്യപ്പാന്റെയും വല്യാമാന്റെയും നെറുന്തലയില് പതിക്കൂലേ. അപ്പൊ അപ്പുറത്തുള്ള കുട്ടി പറയണേ, ഓയ് അത് മാത്രം നല്ല പ്രശ്നം, ഓന്റെ വല്യപ്പാന്റെയും വല്യമ്മാന്റെയും മുഖത്തേക്ക് മൂടലിൽ മോണിച്ചിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇപ്പുറത്ത് എന്റെ വല്യമ്മ എടുക്കുന്നുണ്ട്, നിങ്ങൾ ഖബർ വിശാലാക്കാൻ വേണ്ടി ദോർന്നു കഴിഞ്ഞാൽ എന്റെ വല്യമ്മാന്റെ ഖബർ ഇടുങ്ങൂലേ. അങ്ങനെ കേട്ടിട്ട് കൗമിങ്ങനെ കയറി ഇരിക്കുക, മനസ്സിലായോ? എന്നിട്ട് അത് ലിബറലിസത്തിന്റെ കുഴപ്പമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിനെ പോലെ ഉണ്ടാക്കിയെടുത്തു നമ്മളെ കുട്ടികൾ തന്നെ. ഇത് നിരീശ്വരവാദികളെയും യുക്തിവാദികളെയും ലിബറലിസത്തിന്റെയും തലയിൽ നോട്ട് കൊടുക്കണ്ട. ഇതിന്റെ ഒക്കെ ഒരു പരിധി വരെ കാരണങ്ങളാണ്. ഇയാളെപ്പോലുള്ള മൗല്യമാര് ഈ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ദീനിനെ വിശകലനം ചെയ്യാം. ഇവര് യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ദീനിന്റെ വിശ്വാസ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന ഈ പ്രസംഗം ഉണ്ടല്ലോ, ഇത് കേൾക്കുന്ന ഒരു കൗമ് ഇങ്ങനെ ചിന്തിച്ചാൽ എന്താണ് അത്ഭുതം? ആരായിരുന്നു കുറ്റക്കാര്? നിങ്ങളെ സമസ്ത തന്നെ. നിങ്ങളെ സമസ്തയിൽ ഇതുപോലത്തെ വായാടി മൊല്ലമാരാണ് ഈ കാരണക്കാര്. കാരണം നിങ്ങൾ ഈ ജാതി യുക്തിയായിട്ടാണ്, ഈ ജാതി വഷളത്തരായിട്ടാണ് ഇവിടെ സലഫികളെ നേരിടുന്നത്, പ്രമാണം കൊണ്ടല്ല.